ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ മുഫാസ ദ ലയൺ കിങ് എന്ന ഫിലിം കണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ സാധാ ലയൺ കിങ്ങിന്റെ ഒരു പ്രീക്വലാണ് ഈ മുഫാസ എന്നുള്ള സിനിമ. സോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മളെ ലയൺ കിങ് മുമ്പത്തെ ലയൺ കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ VFX ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ ഈ മൃഗങ്ങളുടെയൊക്കെ ഇമോഷൻസ് നമുക്ക് കണക്ട് ആവുന്നുണ്ട്. മറ്റേ കഴിഞ്ഞ സിനിമയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ആനിമൽസിന്റെ ഇമോഷൻസ് നമുക്ക് കണക്ട് ആവില്ല. കാരണം ഒരു ഫേസ് എക്സ്പ്രഷൻ ഒന്നും നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് കണക്ട് ആവില്ലായിരുന്നു. പക്ഷെ ഇതിൽ വരുമ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഫിലിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ കരയുന്നതായാലും ചിരിക്കുന്നതായാലും, ചിരി എന്ന് പറയുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്യുന്നതായാലും എന്തായാലും നമുക്ക് ആ ഒരു അവരുടെ ഇമോഷൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്വാളിറ്റി, VFX ക്വാളിറ്റി മാത്രമല്ല, മ്യൂസിക് BGM ഒക്കെ പഴയത് തന്നെയാണെങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മ്യൂസിക് കുത്തിക്കയറ്റുന്ന ഒരു ഇത്, അതായത് എനിക്ക് അത് തീരെ അങ്ങോട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഈ മ്യൂസിക്കിന്റെ പ്രോബ്ലം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ല. കാരണം ഈ മിനിറ്റുകളിലല്ല, ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒരു മ്യൂസിക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മാത്രം എനിക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നി. അതും വലിയ നെഗറ്റീവ് അല്ല. പിന്നെ സ്റ്റോറിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ആ ഒരു രീതിയിലേ പോകത്തുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു മേക്കിംഗ് കാണാൻ വേണ്ടി സിനിമ നല്ല വെർത്താണ്, കൊടുക്കുന്ന പൈസക്ക് വെർത്താണ്. പിന്നെ ആ ഒരു മേക്കിംഗ്, അതിന്റെ ആ ഒരു എന്താ പറയുക, VFX ക്വാളിറ്റി, ആ ഒരു അനിമൽസിന്റെ ഒക്കെ ആ ഒരു ഇത്, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. സീരിയസ് ആയിട്ടും ഞാൻ നല്ലത് എൻജോയ് ചെയ്തത്. നമ്മുടെ ലയൺ കിങ് ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല. എന്നാലും ഓക്കെയാണ്, രണ്ടും ഏതാണ്ട് സെയിം ആ ഒരു ഇതിൽ. ഞാൻ കുറച്ചുകൂടെയൊക്കെ ഹൈപ്പ് ഈ ഫിലിമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഹൈപ്പിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്റ്റോറിയൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. സ്റ്റോറിയൊക്കെ നമ്മൾ ട്രെയിലറിലൂടെ തന്നെ കാണിച്ച സ്റ്റോറിയാണ്. പിന്നെ ആ ഒരു സ്കാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്, അതൊക്കെ ഓക്കെ ആണ്. പിന്നെ എന്താ പറയുക, ആ ഒരു സ്റ്റോറി ടെല്ലിങ്, ആ ഒരു ഫിലിമിന്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ആ ഒരു ഇത്, ആ ഒരു എന്താ പറയുക, സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു രീതി, അതൊക്കെ ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ലയൺ കിങ് കണ്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, അവരുടെയൊക്കെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്, നമ്മളെ സാസു ആയാലും റഫീഖി ആയാലും, ഇവരുടെയൊക്കെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയാണ് അവർ ഇങ്ങനെ ഈ ഒരു ഫിലിമിലോട്ട് കടന്നു വന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫിലിം തന്നെയാണ്. തിയേറ്ററിൽ മിസ്സാക്കാതെ പോയി കാണാൻ ശ്രമിക്കുക. അത് മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം അത് തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് പേരിലേക്ക് കൂടെ എത്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.